കേരളത്തിന് പുതിയൊരു മാസ്റ്റർ പ്ലാൻ മുന്നോട്ട് വച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അദ്ദേഹത്തിന്റെ ആദ്യ ബജറ്റിന്റെ സവിശേഷതയും അതുതന്നെയാണ്. കേരളം എങ്ങനെയൊക്കെ മുന്നോട്ട് നീങ്ങണമെന്ന അഭിലാഷവും അതിനൊത്ത വിധം ജനശ്രദ്ധ ആകർഷിക്കുന്ന ക്യാച്ച് വേർഡുകളും ബജറ്റിലുണ്ട്. എന്നാൽ ഉദ്ദേശിക്കുന്നത് പോലെ ബജറ്റ് പ്രഖ്യാപനങ്ങൾക്ക് വേഗത ഉണ്ടാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. പണഞ്ഞെരുക്കം തന്നെയാണ് പ്രധാന പ്രശ്നം. പുതിയ തുടക്കങ്ങൾ പലതിനും മതിയായ ഫണ്ട് ബജറ്റിൽ ഇല്ല. പണഞ്ഞെരുക്കം തന്നെയാകാം കാരണം. അതിനിടയിലും തുടങ്ങി വെക്കുന്നു എന്നത് പ്രധാനമാണ്. കേരളത്തിനൊരു പുതിയ ലക്ഷ്യം നൽകാനുള്ള താല്പര്യത്തിനാണ് മാർക്ക്. 5 വർഷ കാലാവധിക്കുള്ളിൽ ഓരോ പദ്ധതിയും ഘട്ടം ഘട്ടമായി യാഥാർത്ഥ്യമാക്കാനുള്ള ഉത്തരവാദിത്തമാകണം ഈ ബജറ്റിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഏറ്റെടുക്കുന്നത്. പക്ഷേ പ്രതീക്ഷിച്ച വിസ്മയം ബജറ്റിൽ കാണാനില്ല. വലിയൊരു നഗരമായി കേരളം വളരുന്നത് തിരിച്ചറിഞ്ഞ് അർബൻ ഗ്രോത്ത് മിഷൻ അടക്കം പ്രത്യേക പദ്ധതികളും കഴിയുന്നത്ര ഫണ്ടും ഒരുക്കാൻ ബജറ്റിൽ ശ്രമിക്കുന്നു. വിദേശങ്ങളിലേക്ക് കുടിയേറാൻ വ്യഗ്രതപ്പെടുന്ന യുവസമൂഹത്തെ ഇവിടെ പിടിച്ചു നിർത്താനും അവർക്ക് നൈപുണ്യം നേടുന്നതിന് അവസരമൊരുക്കാനുമുള്ള താല്പര്യം ശ്രദ്ധേയമാണ്. ഗ്ലോബൽ ജോബ് വാച്ച് ടവർ, കേരള നോളജ് വാലി എന്നിവ പുതിയ ആശയങ്ങൾ. 400 കോടി വിഹിതമുള്ള മിഷൻ സമുദ്രയാണ് മറ്റൊന്ന്. വിവിധ മേഖലകളിൽ സ്വകാര്യ പങ്കാളിത്തം കൂടുതൽ ആകർഷിക്കും. നിക്ഷേപ കാര്യങ്ങൾക്ക് പ്രത്യേക ഉപദേശക സമിതി വരുന്നു. ടൂറിസത്തെ വ്യവസായമായി പ്രഖ്യാപിക്കുന്നു. 2ാം ഭൂപരിഷ്കരണ പ്രഖ്യാപനം തന്നെ ബജറ്റ് നടത്തുന്നു. ആസൂത്രണ ബോർഡ് ഉടച്ചു വാർക്കുന്നു. ഭൂമിയുടെ ന്യായവില സമഗ്രമായി പരിഷ്കരിക്കാൻ പോകുന്നു. ലാൻഡ് പൂളിംഗ് പദ്ധതി വരുന്നു. വ്യവസായ മേഖലയ്ക്ക് 1115 കോടി രൂപ. പ്രവാസികളുടെ ഫണ്ട് പദ്ധതി നിക്ഷേപങ്ങളിലേക്ക് വഴിതിരിച്ചുവിടാനുള്ള താല്പര്യവും ബജറ്റിലൂടെ സർക്കാർ പ്രകടിപ്പിക്കുന്നു. നരയ്ക്കുന്ന കേരളത്തിൽ വയോജന സംരക്ഷണത്തിന് സിൽവർ ഇക്കോണമി നയം അടക്കം പ്രത്യേക പ്രാധാന്യം. കിഫ്ബി ഉടച്ചുവാർക്കൽ, ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി, ഹരിപ്പാട് മെഡിക്കൽ കോളേജ്, തിരുപ്പതി മോഡൽ ക്ഷേത്ര വികസനം എന്നിവയിൽ തുടങ്ങി കായംകുള പരിസരം കേന്ദ്രീകരിച്ച് പ്രത്യേക എക്സൈസ് റേഞ്ച് ഓഫീസ് വരെ നീളുന്ന പദ്ധതികളിൽ കരുതലിനും വികസനത്തിനുമൊപ്പം രാഷ്ട്രീയവും ഇഴചേർന്ന് നിൽക്കുന്നു. രാഷ്ട്രീയ താല്പര്യങ്ങൾ സ്വാഭാവികമാണ്. അതിനിടയിലും സഹാനുഭൂതിയുള്ള ഭരണവും പുതിയുഗ വികസിത കേരളവുമെന്ന മുദ്രാവാക്യമാണ് UDF സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ബജറ്റ് ഉപസംഹരിക്കുമ്പോൾ ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗത്തിലൂടെ മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചതുപോലെ ഭാവി നമ്മളെ വിളിക്കുകയാണ്. ഏത് ദിശയിലേക്കാണ് പോകേണ്ടത്, എത്ര കഠിനമായ അധ്വാനമാണ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടതാണ് ഘട്ടം. 35,355 കോടി രൂപ റവന്യൂ കമ്മി, 19,651 കോടി മൂലധന ചെലവ്, 52,364 കോടിയുടെ പൊതുകടം എന്നിങ്ങനെ പോകുന്ന കണക്കുകളാണ് ഒപ്പം. അഭിലാഷങ്ങൾക്കൊപ്പമുള്ള പ്രതിസന്ധിയും അതുതന്നെ.